ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത്. കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൻ്റെ യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, കുറേ ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ വിവാദങ്ങൾ, ഈ വാർത്ത തീരുന്നേ ഇല്ല. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമ്പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ വിവാദങ്ങളും ചർച്ചയുമായ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പൂർണ്ണ രൂപമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് ഈ റിപ്പോർട്ട് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഒഴിവാക്കിക്കൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ട് മാത്രമാണ് പുറലോകം കണ്ടിട്ടുള്ളത്. മറ്റ് പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ പൂർണ്ണമായും ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ന് ഒരു യോഗം കൂടി തിരുവനന്തപുരത്ത് ചേരുന്നത്. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് SITയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. ഈ യോഗത്തിലായിരിക്കും എന്തൊക്കെ നടപടികൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ SIT സംഘം കാണണം. അതിനുശേഷം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരാതികൾ നൽകാൻ തയ്യാറാണെങ്കിൽ അവരുടെ പരാതികൾ വാങ്ങിയ ശേഷം ആ വഴിക്കും അന്വേഷണം നടത്തണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും 50ഓളം പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ 50 പേരെയും SIT കാണാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ അടക്കമാണ് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. ഒരു മാസത്തിനുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ആ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി ഈ 50 പേരെ നേരിൽ കണ്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളോ വിമർശനങ്ങളോ വിവാദങ്ങളോ ഉയരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണിച്ച ശേഷമായിരിക്കും SITയുടെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 50-ലധികം പേർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരിൽ നിന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് ഇവരും മൊഴി രേഖപ്പെടുത്തും. പരാതികൾ എഴുതി വാങ്ങിക്കൊണ്ട് പരാതികൾ നൽകുന്നവരുടെ ഭാഗമായി SIT സ്പെഷ്യൽ അന്വേഷണം കൂടി നടത്തും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ആരോപണ വിധേയരായി നിൽക്കുന്നവരും കുറ്റക്കാരെയും ഒക്കെ നേരാവണ്ണം നോക്കിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള അടിയന്തര യോഗം ഇന്ന് രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് ചേരുക. വിനോദ്.